بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദർസ് ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നൊരു പുതിയ കിതാബ് ആരംഭിക്കുകയാണ്. അൽ വാളിഹു ഫി ഫിഖ്ഹിൽ കിതാബി വസ്സുന്നഹ്, الدكتور മുഹമ്മദ് ബിൻ ബദീഅ മൂസ ഹഫിളഹുല്ലാഹ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം ഫിഖ്ഹാണ്. അൽ വാളിഹു ഫി ഫിഖ്ഹിൽ കിതാബി വസ്സുന്നഹ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം ഹദീസിന്റെ വെളിച്ചത്തിലൂടെ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം കൊണ്ടുള്ള ഉദ്ദേശം. മുസന്നിഫ് റഹിമഹുല്ലാ ഈ കിതാബ് ക്രോഡീകരിച്ചതും ആ ഒരു രീതിയിലാണ്. ഫിഖ്ഹിന്റെ ഓരോ കിതാബുകളും ബാബുകളും നാലാൽ ഒരു മദ്ഹബിലേക്ക് ചേർക്കപ്പെടാതെ പൂർണ്ണമായും ഹദീസിലേക്കും ഖുർആനിന്റെ ആയാത്തുകളിലേക്കും ചേർത്ത് അതിന്റെ ദലീലുകൾ പറഞ്ഞ് ഒരഭിപ്രായത്തെ റാജിഹായി പറയുന്ന രീതിയാണ് കിതാബിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കിതാബ് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ നാലാൽ ഒരു മദ്ഹബിന്റെ തഖ്ലീദാണ്. ആ മദ്ഹബിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് സഹിഹായ ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും അതിനെതിരായും ഖുർആന്റെ ആയാത്തുകൾക്കെതിരായും മദ്ഹബിനുകളെ തഖ്ലീദ് ചെയ്ത് അമൽ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നിങ്ങൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. മദ്ഹബിനെയോ മദ്ഹബിന്റെ ഇമാമിങ്ങളെയോ ഇകഴ്ത്തുകയോ അവരുടെ ഇൽമിനെ ആദരിക്കുകയോ ബഹുമാനവോ ആദരവോ ഇല്ലാതെ അവർക്കെതിരെ സംസാരിക്കുന്നതല്ല. മറിച്ച് ഇമാമിങ്ങൾ ഉന്നതരായ സ്ഥാനത്തുള്ളവരാണ്, പിൻപറ്റപ്പെടാൻ അർഹരായവരാണ്. അതോടുകൂടി തന്നെ നമ്മുടെ ദീൻ നമ്മൾ സുന്നത്തനുസരിച്ചാണ് ജീവിക്കേണ്ടത്. നമ്മുടെ അമലുകൾ നാം ചിട്ടപ്പെടുത്തേണ്ടത് സുന്നത്തനുസരിച്ചാണ്, ഹദീത്ത് അനുസരിച്ചാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ലാ തുഖല്ലിദൂനി വലാ തുഖല്ലിദു മാലികൻ വല ശാഫിഇയ്യ വലൽ ഔസാഇ വല തൗരി. നിങ്ങൾ എന്നെയോ ഇമാം മാലിക്കിനെയോ ഷാഫിഇയെയോ ഔസാഇയെയോ തൗരിയെയോ റഹിമഹുമുല്ലാഹു ജമീഅൻ ഇവരാരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്, അഥവാ അന്ധമായി തഖ്ലീദ് ചെയ്യരുത്. നിങ്ങൾ ഒരാളുടെ അഭിപ്രായം സ്വീകരിച്ചു, ആ അഭിപ്രായത്തിനെതിരായിട്ട് ഖുർആന്റെ ആയാത്തുകൾ വന്നു, അല്ലെങ്കിൽ സഹീഹായ ഹദീത്ത് വന്നു, എന്നിട്ടും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കരുത്. അതൊരു മുഅ്മിനിന്റെ നിലപാടല്ല. മറിച്ച് വഖുദ് മിൻ ഹൈസു അഖദു, ഈ ഇമാമിങ്ങളൊക്കെ എവിടുന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചത്, അവിടുന്നാണ് നിങ്ങളും അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സ്വന്തം ഓരോരുത്തരും മുജ്തഹിദാകാനുള്ള ഒരു വാക്കുമല്ല അത്. ഇമാമുകളുടെ കീഴിൽ അവർ പഠിപ്പിക്കുന്ന രീതിയിൽ, അവർ മനസ്സിലാക്കി തരുന്ന രീതിയിൽ നാം അവരെ പിൻപറ്റണം. ഖുർആനും ഹദീസുമാണ് നമ്മുടെ പ്രമാണം എന്നുള്ളത് വേർതിരിച്ച് നാം മനസ്സിലാക്കുകയും വേണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന മൻ ഇസ്തബാന ലഹു സുന്നതൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക മുസ്ലിമീങ്ങൾ ഇജ്മാഅ്, ഒരാൾക്കും അതിൽ എതിരഭിപ്രായമില്ല. ഒരാൾക്ക്, ഒരു മുസ്ലിമിന് അതായത് റസൂലിന്റെ ഭാഗത്തുനിന്ന് ഒരു സുന്നത്ത്, ഒരു ഹദീസ് സഹീഹായി അവന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടാൽ ലം യഹില്ല ലഹു അൻ യദഅഹ ലിഖൗലി അഹദ്, വേറൊരു ഇമാമിന്റെയും വാക്കിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മുന്തിച്ച് ആ ഹദീസിനെ ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലാവുകയില്ല എന്നുള്ളത്.
അതുപോലെ തന്നെ നാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ വജദ്തും ലിറസൂലില്ലാഹി സുന്നതൻ ഫത്തബിഊഹ വലാ തൽതഫിതു ഇലാ ഖൗലി അഹദ്. നിങ്ങൾക്കൊരു സുന്നത്തിന് ഹദീസ് നിങ്ങൾക്ക് കിട്ടിയാൽ, ഒരു ഹദീസ് സഹീഹായിട്ട് നിങ്ങളുടെ അടുക്കൽ സ്ഥിരപ്പെട്ടാൽ നിങ്ങൾ അതിനെ പിൻപറ്റുക. ഫത്തബിഊഹ, നിങ്ങൾ അതിനെ പിൻപറ്റുക. വലാ തൽതഫിതു ഇലാ ഖൗലി അഹദ്, വേറൊരാളുടെ അഭിപ്രായത്തിലേക്കോ വാക്കിലേക്കോ നിങ്ങൾ തിരിയരുത്. ഇമാം മാലിക് റഹിമഹുള്ളയുടെ വാക്ക് ഇവിടെ ഏറെ പ്രസക്തമാണ്. ലൈസ അഹദുൻ ബഅദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുത്രകു ഇല്ല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരാളുടെ വാക്കും തള്ളപ്പെടാതെ പൂർണ്ണമായി സ്വീകരിക്കുക എന്നുള്ളത് അതൊരിക്കലും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലാത്ത മറ്റൊരാൾ എല്ലാ ആൾക്കാരുടെയും വാക്കുകൾ അതിൽ തള്ളപ്പെടാനുണ്ടാവും, സ്വീകരിക്കപ്പെടാനും ഉണ്ടാവും. ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാക്കും ഇവിടെ വളരെ പ്രസക്തമാണ്. ഇദാ സഹ്ഹൽ ഹദീഥു ഫഹുവ മദ്ഹബി. ഒരു ഹദീത്ത് സഹീഹായിട്ട് വന്നാൽ അതാണ് എൻ്റെ അഭിപ്രായം. ഇമാമിങ്ങൾ ഇജ്തിഹാദ് ചെയ്തു, ഇജ്തിഹാദിന്റെ ദറജയിലുള്ള ഇമാമിങ്ങളാണ്, നാം പിൻപറ്റേണ്ട ഇമാമിങ്ങളാണ്. നമ്മുടെ മുൻഗാമികളായിട്ട് നിത്യം അവർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദുആക്ക് വേണ്ടി, ഇസ്തിഗ്ഫാർ വേണ്ടി നാം നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കുന്ന നമ്മുടെ ഇമാമിങ്ങളാണ്. ഒരിക്കലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ദീൻ പൂർണ്ണമായി കരസ്ഥമാക്കാൻ സാധ്യമല്ല. എന്നാലും നമ്മൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ കിതാബിന്റെ ശൈലി, ഓരോ മസ്അല പറയുമ്പോഴും അതിന്റെ തെളിവുകളായിട്ട് ഖുർആന്റെ ഹദീസും ആയത്തുകളും കൊണ്ടുവരിക, പണ്ഡിതന്മാർ റാജിഹായ അഭിപ്രായമായി പറഞ്ഞതിനെ റാജിഹായ അഭിപ്രായമായിട്ട് പറയുകയും ചെയ്യുക. അതാണ് കിതാബിന്റെ രീതി. അതുകൊണ്ട് തന്നെ മദ്ഹബിന്റെ അഭിപ്രായങ്ങളോ വ്യത്യസ്തമായ ഇമാമിങ്ങളുടെ വാക്കുകളോ ഖൗലുകളോ ഈ കിതാബിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാലും അവർ സ്വീകരിച്ച നിലപാടുകൾ ഈ കിതാബിൽ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് സാധാരണ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും നാം കാണുന്നത് പോലെ ഈ കിതാബും ആരംഭിക്കുന്നത് കിതാബു തഹാറത്ത് കൊണ്ടും, ശുദ്ധീകരണം. കിതാബു തഹാറ അൽ മബ്ഹസുൽ അവ്വൽ മഫ്ഹൂമു തഹാറത്തി വ അൻവാഉഹ. അതിൽ ഒന്നാമത്തെ പാഠമായിട്ട് അദ്ദേഹം പറയുന്നത് തഹാറത്ത് എന്താണ്, അതുപോലെ തന്നെ ആ തഹാറത്തിന്റെ, ശുദ്ധീകരണത്തിന്റെ വിഭാഗങ്ങൾ. അതിൽ ആദ്യത്തെ ഹെഡിങ് തഅരീഫു തഹാറ. എന്താണ് ശുദ്ധീകരണം? ഭാഷാപരമായിട്ട് തഹാറത്ത് എന്നാൽ അന്നവാഫത്ത്, വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക. വന്നസാഹതു അനിൽ അഖ്ദാരിൽ ഹിസ്സിയ്യത്തി വൽ മഅനവിയ്യ. ബാഹ്യമായ നിലയിൽ നാം കാണുന്ന രീതിയിലുള്ള മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ, അതിനെ ശുദ്ധീകരിക്കുക, നീക്കുക, വൃത്തിയാക്കുക. അതേപോലെ തന്നെ മാനവീയ രീതി, നമ്മുടെ ആന്തരികമായിട്ട് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുക, അതിനും തഹാറത്ത് എന്ന് പറയും. പക്ഷെ ശറഇൽ, ദീനിപരമായിട്ട് തഹാറത്ത് എന്ന് പറഞ്ഞാൽ റഫ്ഉൽ ഹദസി വ ഇസാലത്തുൻ നജസി ബിൽ മാഇ അവി തുറാബി അത്തഹൂറൈൻ. റഫ്ഉൽ ഹദസ്, അശുദ്ധിയെ ഉയർത്തുക എന്നുള്ളത്. വ ഇസാലത്തുൻ നജസ്, നജസിനെ നീക്കുക എന്നുള്ളതാണ് ശർഈപരമായിട്ട് തഹാറത്ത് കൊണ്ടുള്ള ഉദ്ദേശം. എങ്ങനെ നീക്കണം? ബിൽ മാഇ, വെള്ളം കൊണ്ട്. അവി തുറാബി, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട്. അത്തഹൂറൈൻ, തഹൂറായ വെള്ളം കൊണ്ടോ മണ്ണ് കൊണ്ടോ നജസിനെയോ അതേപോലെ തന്നെ അശുദ്ധിയെയോ നീക്കുന്നതിനാണ് ഇസ്ലാമിൽ, ദീനിൽ തഹാറത്ത് എന്ന് പറയുന്നത്. അടുത്തത് അൻവാഉ തഹാറ, തഹാറത്തിന്റെ വിഭാഗം. ഒന്ന് അത്തഹാറത്തുൽ ബാത്തിനത്തുൽ മഅനവിയ്യ, മഅനവിയായ തഹാറത്ത്, അഥവാ നമ്മുടെ ഹൃദയം നാം ശുദ്ധീകരിക്കണം.
സ്വാഭാവികമായിട്ടും ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമാണ്. വഹിയ അത്തഹാറത്തു മിനശ്ശിർക്കി വൽ മആസി. നമ്മുടെ ഹൃദയത്തെ നാം ഷിർക്കിൽ നിന്നും തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കണം. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? വതകൂനു ബിത്തൗഹീദി വൽ അമലി സ്സാലിഹി. ഷിർക്കിൽ നിന്നും തെറ്റുകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കേണ്ടത് തൗഹീദ് കൊണ്ടും അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടുമാണ്. വലാ തഖൂമു തഹാറത്തുൽ ബദനി മഅ നജസി ശിർക്കി. ഹൃദയത്തിൽ ഷിർക്ക് എന്ന നജസ് ഉണ്ടായിരിക്കെ അവന്റെ ശരീരം എത്ര രീതിയിൽ ശുദ്ധീകരിച്ചാലും അത് ശുദ്ധിയാകൂല. നമുക്കറിയാം, ഒരാൾ മുശ്രിക്കാണ്, അവൻ വുളൂ ചെയ്തു, ശർഈയ രീതിയിൽ അവൻ വുളൂ ചെയ്താൽ ആ വുളൂ അവന് പ്രയോജനപ്പെടുകയില്ല. ശർഈയ രീതിയിൽ അവൻ കുളിച്ചു, ആ കുളിയും അവന് പ്രയോജനപ്പെടുകയില്ല. കാരണം അവന്റെ ഹൃദയം ശിർക്കെന്ന നജസുമായി കൂടിക്കലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നാം നമ്മുടെ ഹൃദയത്തെ ഷിർക്കിൽ നിന്നും തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കണം. അതാണ് ഒന്നാമത്തെ ശുദ്ധീകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് സൂറത്ത് തൗബ, ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്കീങ്ങൾ നജസാണ്. ആ നജസ് മാനവിയായ നജസാണ്, അഥവാ അവരുടെ ഹൃദയങ്ങൾ ഷിർക്കിലാണ്. ആദ്യം നാം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. وقال تعالى إن الله يحب التوابين ويحب المتطهرين. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തൗബയിലൂടെ ഒരു മുസ്ലിം നേടിയെടുക്കുന്നത് തെറ്റുകളിൽ നിന്നും ഷിർക്കിന്റെയും തെറ്റിന്റെയും മ്ലേച്ഛതകളിൽ നിന്ന് അവന്റെ ഹൃദയത്തെ അവൻ ശുദ്ധീകരിക്കുകയാണ്. ആ തഹാറത്താണ് ശത്രുൽ ഈമാൻ എന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. രണ്ടാമത്തെ വിഭാഗമാണ് അത്തഹാറത്തുൽ ഹിസ്സിയ. അത്തഹൂറു ശത്രുൽ ഈമാൻ എന്ന് പറയും. വൃത്തി ഈമാന്റെ പകുതിയാണ്. അത് ഹിസ്സിയായ വൃത്തി, ശുദ്ധീകരണം. നമ്മുടെ ശരീരം ബാഹ്യമായ രീതിയിൽ നാം ശുദ്ധീകരിക്കുക. മറ്റേ പകുതി അത് നമ്മുടെ ഹൃദയത്തെ ശിർക്കിൽ നിന്നും തെറ്റിൽ നിന്നും നാം ശുദ്ധീകരിക്കണം. അഥവാ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ശുദ്ധീകരിച്ചു, അതേപോലെ നമ്മുടെ ബാഹ്യമായ ശരീരാവയവങ്ങളും നാം ശുദ്ധീകരിച്ചാൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാണെന്നർത്ഥം. അതാണ് ഒന്നാമത്തെ ശുദ്ധീകരണം. രണ്ടാമത്തത് അത്തഹാറത്തുൽ ഹിസ്സിയ, ബാഹ്യമായ രീതിയിൽ നാം കാണുന്ന ശുദ്ധീകരണം. വഹിയ റഫ്ഉൽ ഹദതി വഇസാലത്തുൽ അൻജാസ്. അത് അശുദ്ധിയെ ഉയർത്തലും നജസിനെ നീക്കലുമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹൂറു ശത്രുൽ ഈമാൻ. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ശുദ്ധീകരണം എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. وتكون بما شرع الله من الوضوء أو الغسل أو التيمم عند فقد الماء على صفة مخصوصة يأتي بيانها. ഇനി ആ ശുദ്ധീകരണം നാം എങ്ങനെ എടുക്കേണ്ടത്? അപ്പൊ ഈ രണ്ടാമത്തെ ശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ് ഫിഖ്ഹിലുള്ള ചർച്ച. ആദ്യത്തെ ശുദ്ധീകരണം അഖീദയിലുള്ള ചർച്ചയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ്, ഹിസ്സിയായ തഹാറത്തിനെ സംബന്ധിച്ച്. അതെങ്ങനെയാണ് നാം നേടിയെടുക്കേണ്ടത്? മിനൽ വുദൂഇ, വുദൂഇലൂടെ, അവിൽ ഗുസ്ലി അല്ലെങ്കിൽ കുളിയിലൂടെ, അവി തയമ്മുമി ഇൻദ ഫഖ്ദിൽ മാഇ അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് തയമ്മുമിലൂടെയാണ് ആ ശുദ്ധീകരണം നാം നടത്തേണ്ടത്. അലാ സിഫത്തിൻ മഖ്സൂസത്തിൻ യഅതി ബയാനുഹ. അതും ആ ശുദ്ധീകരണം നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും രീതിക്കനുസരിച്ചല്ല, മറിച്ച് അലാ സിഫത്തിൻ മഖ്സൂസത്തിൻ യഅതി ബയാനുഹ. അതിനായി ശർഅ് പഠിപ്പിച്ചതായ പ്രത്യേകമായ ഒരു രീതി. കുളി അതിന്റെ രീതി ശർഅ് പഠിപ്പിച്ചിട്ടുണ്ട്. വുദൂ അതിന്റെ രീതിയും ശർഅ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേകമായി പഠിപ്പിച്ച ആ ഒരു രീതിയിലായിരിക്കണം ആ തഹാറത്ത് നാം നടത്തേണ്ടത്.
അടുത്ത ചർച്ച ബിമാദാ തത്തിമ്മു തഹാറത്തു, എങ്ങനെയാണ് ഈ തഹാറത്ത് നാം നടപ്പിലാക്കേണ്ടത്. തകൂനു തഹാറത്തു ബിശൈഇൻ, ഈ ഹിസ്സിയായ തഹാറത്ത്, ബാഹ്യമായ രീതിയിലുള്ള ശുദ്ധീകരണം ശർഅ് പഠിപ്പിച്ചതനുസരിച്ച് രണ്ട് രീതിയിലാണ് അത് നാം നടപ്പാക്കേണ്ടത്. ഒന്ന് ബിൽ മാഇ, വെള്ളം കൊണ്ട്. അതെങ്ങനത്തെ വെള്ളമായിരിക്കണം? ഫകുല്ലു മാഇൻ നസല മിനസ് സമാഇ, ആകാശത്തിൽ നിന്നും മഴയായി പെയ്തിറങ്ങിയ ഏത് വെള്ളവും പറ്റും. ഔ ഖറജ മിനൽ അർദി, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഉറവ് പൊട്ടി വന്ന വെള്ളവുമാകാം. വഹുവ ബാഖിൻ അലാ അസ്ലി ഖിൽഖതിഹി ഫഹുവ തഹൂറുൻ, അത് അതിന്റെ സൃഷ്ടിപ്പിൽ ബാക്കിയാകണം. അഥവാ ആകാശത്തിൽ മഴയായി പെയ്തിറങ്ങിയ വെള്ളം അതെങ്ങനെയാണോ നമ്മൾക്ക് ലഭിച്ചത്, ആ വെള്ളത്തിന്റെ സൃഷ്ടിപ്പ്, അതേ രീതിയിൽ അത് ബാക്കിയാകുന്ന വെള്ളം. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും ഉറവ് പൊട്ടി വന്ന വെള്ളം, അതിന്റെ രൂപമോ നിറമോ മണമോ വ്യത്യാസമാകാത്ത രീതിയിൽ അതിന്റെ യഥാർത്ഥ സൃഷ്ടിപ്പിൽ അത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് തഹൂറായ വെള്ളം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാന്റെ 48-ാമത്തെ ആയത്തില് അല്ലാഹു പറഞ്ഞ വാക്കാണ് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, നാം ആകാശത്തിൽ നിന്നും നിങ്ങൾക്ക് തഹൂറായ വെള്ളം ഇറക്കി തന്നു. അപ്പം ആ തഹൂറായ വെള്ളത്തിൽപ്പെട്ടതാണ് എന്ത്? മഴവെള്ളം, അതുപോലെ തന്നെ കിണറുകളിലെയും പുഴകളിലെയും കടലിലെയും വെള്ളം. കാരണം കടൽ വെള്ളത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു, ആ കടലിലെ വെള്ളം തഹൂറാണ്, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ ആ കടലിലുള്ള ശവങ്ങളും അതിലുള്ള ജീവികൾ, മത്സ്യങ്ങള്, മീനുകള്, അത് മയ്യത്തായാലും നമുക്ക് ഭക്ഷിക്കൽ ഹലാലാണ്. ഇനി അടുത്തൊരു മസാല അദ്ദേഹം സൂചിപ്പിക്കുന്നത് ويبقى الماء على طهوريته وإن خالطته شيء طاهر ما لم يخرج عن إطلاقه. ഇനി ശുദ്ധമായ ഒരു തഹൂറായ വെള്ളം, ആ വെള്ളത്തിലേക്ക് ത്വാഹിറായ ശുദ്ധിയായ ഒരു വസ്തു അതിലേക്ക് കലർന്നു, അത് കലർന്നിട്ട് അതിന്റെ നിറമോ അല്ലെങ്കിൽ മണമോ അല്ലെങ്കിൽ രുചിയോ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിലും വെള്ളം എന്ന പേര് അതിന് ബാക്കിയാകുന്ന കാലത്തോളം അത് തഹൂറായ വെള്ളമാണ്. കാരണം അതിൽ തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ മരണപ്പെട്ടപ്പോൾ ആ മകളെ മയ്യത്ത് കുളിപ്പിക്കുന്നത് പെണ്ണുങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്സിൽനഹാ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക ഇൻ റഅയ്തുന്ന ദാലിക, നിങ്ങൾ 3 പ്രാവശ്യം കഴുകുക, അത് മതിയായില്ല എന്ന് തോന്നിയാൽ 5 പ്രാവശ്യം കഴുകുക, അതും മതിയായില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എപ്പോഴാണോ മതിയായി എന്ന് തോന്നുന്നത് അതുവരെ നിങ്ങൾ കഴുകുക. ബിമാഇൻ വസിദിരിൻ വജഅൽന ഫിൽ ആഖിറതി കാഫൂറ ഔ ശൈഅൻ മിൻ കാഫൂറ, അതിൽ സിദ്ർ, താളി ചേർക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നമുക്കറിയാം, ചേർത്താൽ അതിന്റെ രുചി മാറും, അല്ലെങ്കിൽ നിറം മാറും. അതുപോലെ തന്നെ കർപ്പൂരം, അത് ചേർക്കാൻ റസൂൽ കൽപ്പിച്ചു. അതെന്താണ്? അതിന്റെ രുചി മാറും, മണം മാറും, പക്ഷെ അത് ശുദ്ധിയുള്ള വസ്തുവാണ്. ആ ശുദ്ധിയുള്ള വസ്തു അതിൽ ചേർന്നത് കൊണ്ട് തന്നെ ആ വെള്ളത്തിന് വെള്ളം എന്ന പേര് മാറിയിട്ടില്ല. അതുകൊണ്ട് അത് തഹൂറായ വെള്ളമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് കുടിവെള്ളം ലഭിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളമുണ്ട്, അതിന്റെ രുചി മാറിയിട്ടുണ്ടാവും, പക്ഷെ അത് വെള്ളം എന്ന പേരിൽ അത് ബാക്കിയാകുന്നത് തഹൂറാണ്. നേരെ മറിച്ച് ഒരു വെള്ളം, ആ വെള്ളത്തില് ഒരാൾ എന്ത് ചെയ്തു, ചായപ്പൊടി ഇട്ട് അത് ചൂടാക്കി, അതിന്റെ നിറം മാറി. ചായപ്പൊടി എന്നുള്ളത് ശുദ്ധിയുള്ള വസ്തുവാണ്, അതിന്റെ നിറം മാറും, പക്ഷെ അതോടുകൂടി അതിന്റെ പേരും മാറും.
അപ്പൊ അതെന്തല്ല, തഹൂറായ വെള്ളമല്ല. അതുകൊണ്ട് ചായ കൊണ്ടൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വുളു ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ തഹൂറായ ഒരു വസ്തു വെള്ളത്തിൽ കൂടിക്കലരുകയും അതിന്റെ നിറമോ മണമോ രുചിയോ മാറുകയും ചെയ്തു, പക്ഷെ അതിന്റെ പേര് വെള്ളം എന്ന പേര് വിട്ടത് മാറുന്നില്ല, അത് സാധാരണ വെള്ളം എന്ന നിലയിൽ അതിന്റെ പേര് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം തഹൂറാണ് എന്നാണ് നാം ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഫൽമാഉൽ മുസ്തഅമലു തഹൂറുൻ ലിമാ സബത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഉൽ മുസ്തഅമൽ, വേറൊരു ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച ബാക്കി വെള്ളം, അത് തഹൂറാണ്. കാരണം അത് നമുക്ക് മനസ്സിലാകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. കാന യഗ്തസിലു ബിഫദ്ലി മൈമൂനത റളിയല്ലാഹു അൻഹ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൈമൂന റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട മഹദിയ. മൈമൂന റളിയല്ലാഹു അൻഹ കുളിച്ച ബാക്കി വെള്ളത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കുമായിരുന്നു. വേറൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. اغتسل بعض أزواج النبي صلى الله عليه وسلم في جفنة. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ ഒരു പാത്രം വെള്ളത്തിൽ കുളിച്ചു. ജഫ്നത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഒരു വലിയ പാത്രം. ആ പാത്രത്തിലെ വെള്ളത്തിൽ കുളിച്ചു. فجاء النبي صلى الله عليه وسلم ليتوضأ منها أو يغتسل. മഹദി കുളിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളത്തിന്റെ അടുത്തേക്ക് വുളൂ ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ വന്നു. فقالت له يا رسول الله إني كنت جنبا. ആ സമയത്ത് മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ജനാബത്തുകാരിയായിരുന്നു, ഞാൻ ആ വെള്ളത്തിലാണ് കുളിച്ചത്. فقال رسول الله صلى الله عليه وسلم إن الماء لا يجنب. വെള്ളത്തിന് എന്തില്ല, ജനാബത്താകൂല. റസൂൽ അത് ഉപയോഗിച്ചു. അപ്പൊ മുസ്തഅമലായ വെള്ളം തഹൂറായ വെള്ളമാണ്. അടുത്തൊരു മസ്അല, ഒരു വെള്ളത്തിൽ നജസ് കലർന്നു. ആ നജസ് കലർന്നതിലൂടെ ആ വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ മാറിയിട്ടില്ല എങ്കിൽ ആ വെള്ളവും തഹൂറാണ്. വെള്ളം നജസാവുകയില്ല. ആ വെള്ളത്തിൽ നജസ് കലർന്നിട്ടുണ്ടെങ്കിലും ശരി, حتى يتغير لونه أو طعمه أو رائحته بالنجاسة. ആ വെള്ളത്തിൽ വീണ നജസിന്റെ കാരണമായിട്ട് ആ വെള്ളത്തിന്റെ രുചിയോ നിറമോ മണമോ അത് വ്യത്യാസപ്പെടാത്ത കാലത്തോളം ആ വെള്ളം തഹൂറായി പരിഗണിക്കും. അതിന് തെളിവായിട്ട് പറയുന്ന ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നഹു ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അന തവല്ലഉ മിൻ ബിഇരി ബുദാഅ. ബുദാഅ എന്ന കിണറിൽ നിന്നും നാം വുളൂ ചെയ്യട്ടെ എന്ന് സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. ബുദാഅ കിണറിന്റെ പ്രത്യേകത, അത് മദീനത്തൊരു കിണറാണ്. അതില് മാലിന്യങ്ങൾ കൊണ്ട് ഇടുന്ന ഒരു കിണറാണത്. സഹാബി വിശദീകരിക്കുകയാണ്, വഹിയ ബിഅ്റുൻ യുത്റഹു ഫീഹാ അൽ ഹയ്യദു വലഹ്മുൽ കിലാബി വന്നത്നി. അതില് ചത്ത നായയുടെ ശരീരം, അതുപോലെ തന്നെ ഹൈലുകാരികൾ ഉപയോഗിച്ച ആ വസ്ത്രം, അങ്ങനെ മോശമായ കാര്യങ്ങൾ കളയുന്ന കിണറാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ വെള്ളത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മാഉ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈഉൻ. വെള്ളം തഹൂറാണ്, അതിനൊന്നും നജസാക്കുകയില്ല. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നജസ് കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിലും ആ വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെടാത്ത കാലത്തോളം ആ വെള്ളം തഹൂറായിട്ട് ബാക്കിയാകും. ഇതാണ് വെള്ളത്തിന്റെ മസ്അല.
അപ്പോൾ വെള്ളം രണ്ട് രീതിയിലാണ്. ഈ ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കിയത് വെള്ളം രണ്ട് രീതിയിലാണ്. ഒന്ന് തഹൂറായ വെള്ളം, രണ്ട് നജസായ വെള്ളം. തഹൂറായ വെള്ളം അള്ളാഹു നമുക്ക് തന്ന വെള്ളം എങ്ങനെയാണ് അതിന്റെ അതേ സൃഷ്ടിപ്പിൽ അത് ബാക്കിയാകുന്നുണ്ടെങ്കിൽ അത് തഹൂറായ വെള്ളമാണ്. അതില് താഹിറായ ശുദ്ധിയുള്ള വസ്തുക്കൾ കൂടി ചേർന്നിട്ട് അതിന്റെ രുചിയോ മണമോ നിറമോ മാറിയിട്ടുണ്ടെങ്കിലും അത് വെള്ളം എന്ന പേരിൽ ബാക്കിയാകുന്നുണ്ടെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ്. ഇനി ആ വെള്ളം എന്ന പേര് മാറുന്നുണ്ടെങ്കിൽ അത് തഹൂറായതല്ല. അതേപോലെ തന്നെ അതിലേക്ക് നജസ് കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ ആ കൂടിക്കലർന്ന നജസിന്റെ കാരണമായിട്ട് അതില് നിറമോ രുചിയോ മണമോ വ്യത്യാസപ്പെട്ടാൽ ആ വെള്ളം നജസായ വെള്ളമാണ്. ഇനി ഈ മൂന്നാലൊരു വിശേഷണത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ ആ വെള്ളവും തഹൂറായി ബാക്കിയാകുന്നതാകുന്നു, അവശേഷിക്കുന്നതാകുന്നു. രണ്ടാമത്തെ കാര്യം അത്തഹാറത്തു ബിസ്സഈദി ത്വാഹിർ, ശുദ്ധിയുള്ള മണ്ണ്. സഈദിന്റെ അർത്ഥം പ്രഥനം എന്നാണ് അർത്ഥം. وهذا عند تعذر استعمال الماء لفقده أو خوف ضرر باستعماله. നമ്മൾ തഹാറത്തിന് വേണ്ടി ശുദ്ധീകരണത്തിന് വേണ്ടി എപ്പോഴാണ് മണ്ണ് ഉപയോഗിക്കുക? ഒന്ന് വെള്ളം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ, വെള്ളം ലഭിക്കാത്ത ഒരവസ്ഥ വന്നാൽ, അതേപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നത് പ്രയാസമായ, അതുപോലെ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടിനെ പേടിച്ചാൽ, ഈ മൂന്നവസ്ഥയിലാണ് നമുക്ക് വെള്ളത്തിന്റെ പകരം മണ്ണ് സ്വഹാറത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശർഅ അനുവദിച്ചിട്ടുള്ളത്. ഫയഖൂമു തുറാബു ത്വാഹിറു മഖാമൽ മാഇ, ഈ മൂന്നവസ്ഥയിൽ വെള്ളത്തിന്റെ സ്ഥാനത്ത് ആ മണ്ണ് മതിയാകുന്നതാകുന്നു. അതിന് തെളിവായിട്ട് അദ്ദേഹം സൂറത്തുൽ നിസാഇന്റെ 43, അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ ആയത്തും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതായത് ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ ഫംസഹൂ ബിവുജൂഹികും വഅയ്ദീകും, നിങ്ങൾ എന്ത് ചെയ്യുക? തയമ്മും ചെയ്യുക. തയമ്മുമിന്റെ ആയത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യും? തയമ്മുമിന്റെ ബാബില് വിശദമായിട്ട് തയമ്മുമിന്റെ രൂപവും അതിന്റെ രീതിയും ഏത് വസ്തുവിനെ കൊണ്ടൊക്കെയാണ് തയമ്മും ചെയ്യൽ അനുവദനീയമായത്, അതൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാർത്ഥ മർജിഇൽ നിന്ന്, ഖുർആനും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.